നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പല ഗിയറിലാണ് വാഹനം ഓടിക്കുന്നത്. എങ്ങനെയാണ് കൃത്യമായിട്ട് ഓരോ ഗിയറിന് ടച്ചിൽ നിന്ന് കാലിക്കേണ്ടത്, അതുപോലെ തന്നെ വണ്ടിയുടെ സ്പീഡ് മനസ്സിലാക്കി എങ്ങനെ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഒരു കാർ ഓടിക്കാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ, പ്രത്യേകിച്ച് വാഹനം ഓടിച്ച് പഠിച്ചു തുടങ്ങുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. സംശയമുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ വാഹനം ഓടിച്ച് എക്സ്പെർട്ടായ ആൾ ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ്, എങ്ങനെയാണ്, അത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ റോഡിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാനും മനസ്സിലാക്കി ചെയ്യാനും ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. അതേസമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ചിടം അതൊക്കെ ഒരു സംശയങ്ങളാണ്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഈ ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ തന്നെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ലൈസൻസ് എടുത്തിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും 10 വർഷമായി 15 വർഷമായിരിക്കും വാഹനം ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ പേടിയുള്ളവരുണ്ട്, പ്രത്യേകിച്ച് ക്ലച്ചുള്ള കാരണത്താൽ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നതിലൊന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ഗിയറുകളിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറും ഫോർത്ത് ഗിയറിലും ഫിഫ്ത്ത് ഗിയറിലും എല്ലാം നമ്മൾ ഓടിക്കും. അപ്പൊ ഈ ഓടിക്കുന്ന സമയത്ത് ഓരോ ഗിയറിലും എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ കാലെടുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് പരവേശമോ വെപ്രാളോ ധൃതിയോ വെച്ചു നിങ്ങളൊരു വണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ആദ്യമേ ഞാനത് പറയാം. പിന്നെ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ബാലൻസ് ആയി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ഗിയറിലും വരുന്നതെങ്കിൽ ഓരോ ഗിയറിലും ഓടിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് മനസ്സിലാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. കൃത്യമായിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഗിയറിൽ എന്താണ് ചെയ്യേണ്ടതും എന്താണ് ചെയ്തതെന്നും കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് പ്രത്യേകിച്ച് കാലെടുക്കേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും പെട്ടെന്ന് എടുക്കരുത്. കാരണം ഫസ്റ്റ് ഗിയർ ആണ്, ഒരു വണ്ടി കിടക്കുന്ന വണ്ടിയാണ്, ആ വണ്ടിയെ ജീവനാക്കണം. അപ്പൊ മുകളിൽ വരുന്നത് നമ്മൾ എടുക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങളൊരു ക്ലച്ചിൽ നിന്ന് എടുത്തു നനങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, വണ്ടി ഓടാൻ തുടങ്ങുന്നില്ല. പെട്ടെന്ന് എന്ത് ചെയ്യരുത്, എടുത്തോണ്ട് പോകരുത്. വണ്ടി ഒന്ന് അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, വണ്ടി റണ്ണിങ് ആകുന്നില്ല. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഫസ്റ്റ് ഗിയറിൽ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് എടുത്തോണ്ട് പോകരുത്. നമ്മൾ ഓടാതെ നമ്മൾ പതിയെ എന്ത് ചെയ്യുക, മുകളിലേക്ക് വരിക. അതിനെക്കാട്ടിലും സ്വല്പം കൂടെ സ്പീഡ് കൂടുകയും ചെയ്യാവുന്നത് സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ കാലെടുക്കുമ്പോൾ. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, അതിയായ ആഗ്രഹമാണ് വാഹനം ഓടിക്കുവാൻ വേണ്ടിയിട്ട്. 10 വർഷമായി 15 വർഷം ലൈസൻസ് കയ്യിലുണ്ട്, 1-2 പ്രാക്ടീസും വരാം, പക്ഷെ തനിയെ വാഹനം എടുക്കാൻ പേടി. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് ലൈസൻസും കൈവച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല? പലരും നമ്മളെ മടിപ്പിക്കുന്നതാണ്, പ്രായം വേണ്ട, ഇനി പറ്റില്ല എന്ന് പറഞ്ഞ്. ആ അപ്പച്ചൻ ഓടിക്കുന്ന വണ്ടി ഇപ്പോഴും മാനുവൽ വണ്ടിയാണ്, ക്ലച്ചുള്ള വാഹനത്തിലാണ്, അതിലൊന്നും ഓട്ടോമാറ്റിക് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല, മാനുവൽ വണ്ടി വേറെ പ്രശ്നമല്ല. ഇനിയിപ്പം വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ഇനിയിപ്പം ഓട്ടോമാറ്റിക് വണ്ടി വേണമെന്നും നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് വണ്ടിയാണോ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, ഇന്ന ജില്ലയിൽ ഞങ്ങളുടെ ജില്ലയിൽ വരും, ഞങ്ങളുടെ ജില്ലയിൽ ദൂരമല്ലേ എന്ന്. നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളുടെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ സെക്കൻഡ് ഗിയറിൽ ഒരുപാട് സ്പീഡ് കൂടുകയും ചെയ്യരുത്, എന്നാൽ കുറയുകയും ചെയ്യരുത്. കാരണം നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓടാൻ തുടങ്ങി,
ഞാൻ സെക്കൻഡ് ആക്കട്ടെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആക്കും. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്ലച്ച് എന്ന് എടുത്തിട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് ഗിയറിൽ കാണിക്കുന്നത് പോലെ ക്ലച്ച് എന്ന് പതിയെ എടുത്തോണ്ട് നിൽക്കരുത്. കാരണം നമുക്ക് ഒരേ റോഡല്ല മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കും തോറും. ചിലപ്പോൾ നിരപ്പാകാം, ചിലപ്പോൾ ഇറക്കമാകാം, ചിലപ്പോൾ സ്ലോപ്പ് ആകാം. അപ്പൊ ഞാൻ മുമ്പേ ഇട്ടപ്പോ എനിക്ക് കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതേ റോഡ് കറക്റ്റ് പ്രതലമായിരിക്കണം എന്നില്ല ഇപ്പൊ നമ്മൾ ഗിയർ ഇടുമ്പോൾ. അപ്പൊ ആ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് റണ്ണിങ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടാനുണ്ട്, ഗിയർ മാറാനുണ്ട്, ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആ റണ്ണിങ് ഒരുപോലെ നിന്നാൽ മാത്രമേ എന്ത് ചെയ്തു നമ്മൾ സെക്കൻഡ് ഇട്ടാലും സ്മൂത്ത് ആയിട്ട് വണ്ടി ജെർക്കിങ് കൂടാതെ വണ്ടി ഓഫ് ആകുന്ന മുമ്പോട്ട് നമുക്ക് എടുക്കാനും കഴിയത്തുള്ളൂ. അപ്പൊ പറഞ്ഞിട്ട് സാരം ഫസ്റ്റ് ഗിയറിൽ നമ്മൾ എങ്ങനെയാണോ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് അതിനേക്കാളും സ്വല്പം കൂടെ സ്പീഡ് കൂട്ടി എന്ത് ചെയ്യുക സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കാവും. അതേപോലെ തന്നെ തേർഡ് ഗിയറിൽ നിന്ന് എങ്ങനെയാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ റണ്ണിങ്ങിന് സ്പീഡ്, അതായത് വണ്ടിക്ക് തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്കൊരു വണ്ടി ഒരുമാതിരി സ്പീഡ് ഉണ്ട് വണ്ടിക്ക്. ആ സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സ്പീഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. അല്ലാതെ ഇപ്പൊ വണ്ടി പെട്ടെന്ന് നമുക്ക് തേർഡ് ഗിയർ ആണ് ഒരു വണ്ടിയോ എപ്പോഴാണോ റോഡോ കണ്ടോണ്ട് നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിങ്ങൾ കാലെടുക്കരുത്. എന്ത് സംഭവിക്കും, ഈ പറഞ്ഞതിന്റെ കൂട്ട് ചിലപ്പോൾ സ്ലോപ്പ് ആയിരിക്കും. ചിലപ്പോൾ ആ വണ്ടിയെ കണ്ടോണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ വണ്ടിക്ക് ചിലപ്പോൾ അത്ര റണ്ണിങ്ങിനനുസരിച്ച് ചിലപ്പോൾ ആ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടി ഇടിച്ച് ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തേർഡ് ഗിയറിൽ നമുക്ക് ആ വണ്ടിയുടെ റണ്ണിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാലെടുക്കാം. പിന്നെ ഫോർത്ത് ഗിയറും ഫിഫ്ത്ത് ഗിയറും ഒക്കെ പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ആ സ്പീഡിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കളച്ച് കാലെടുക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി ഡൗൺ ആക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഓടിക്കുന്നു. അപ്പൊ ഒരു 3-4 പേപ്പറിന്റെ കനത്തിൽ എന്ത് ചെയ്യാവും, നിങ്ങളുടെ കാല ആക്സിലേറ്ററിൽ ഇരിക്കാവും. ആ സമയത്ത് ഒരു ഭയങ്കര സൗണ്ടാണ് വണ്ടിക്ക്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയറിന് വേണ്ടിയിട്ടായിരിക്കും അടുത്ത ഗിയർ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഏത് ഗിയറിലാണെങ്കിലും നിങ്ങളുടെ കാലൊരു 3-4 പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ കാലം തീരരുത്. ഒരുപാട് അത്ര ആക്സിലേറ്റർ നിങ്ങൾ ഇങ്ങനെ താക്കണ്ട. അപ്പൊ ആ വണ്ടിക്കകത്ത് നിങ്ങൾ മനസ്സിലാക്കണം ആ സൗണ്ട് ആണോ അടുത്ത ഗിയറാണ്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഇനി അടുത്ത ഗിയർ ഇടുമ്പോൾ വണ്ടിക്ക് ഈ ഒരു ഗിയർ തന്നെ പോകുമ്പോൾ കൈ കൺട്രോൾ നിൽക്കുന്നില്ലല്ലോ, അപ്പൊ അടുത്ത ഗിയർ ഇടുമ്പോൾ ഭയങ്കര സ്പീഡിൽ വണ്ടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ആ ഗിയർ ഇട്ടിട്ട് നമ്മുടെ കാൽ എത്ര ഇരുന്നാൽ മതി, ഒരു 3-4 പേപ്പറിന്റെ കനത്തിൽ ഇരുന്നാൽ മതി. അപ്പൊ ഗിയറിലല്ല അവിടെ കാര്യം ഇരിക്കുന്നത്, നമ്മുടെ സ്പീഡ്, അതായത് റോഡിന്റെ പ്രതലം അനുസരിച്ച് നമ്മൾ ഗിയർ മാറിയിട്ട് നമ്മുടെ ആക്സിലേറ്റർ കാലിരിക്കുന്നതിലാണ് നമുക്ക് കാര്യം ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ഗിയറിലാണെങ്കിലും നമ്മുടെ കാൽ എത്രയും ആകാവും, ഒരു 3-4 പേപ്പറിന്റെ കണത്തിൽ ആക്സിലേറ്ററിലാകാവും. അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ സാറ് 1-ലും 2-ലും 3-ലും 4-ലും 5-ലും എല്ലാം നമ്മുടെ കാലൊരു 3-4 പേപ്പറിന്റെ കണത്തിലാകാവും. ആ സമയത്ത് ഒരു സൗണ്ട് ആ വരുന്നെങ്കിൽ എന്ത് ചെയ്യും, കിടക്കുന്ന ഗിയർ ഏതാണോ അത് അടുത്ത ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന പോലെ 3-ആകാം 4-ആകാം 4 അപ്പൊ 4-ാമത്തെ ഗിയർ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. ആ വണ്ടിക്ക് എന്തൊരു ജെർക്കിങ് ഉണ്ടാകുന്നു. ആ ജെർക്കിങ് നമുക്കൊരു 2 പൂച്ചകൾ നമുക്ക് കടി ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ്, വണ്ടിക്ക് എന്തൊരു വിറയല്, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകില്ല, ഡൗൺ അന്നേരം ആക്കിയേക്കണം. അല്ലാതെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യില്ല അതേ റണ്ണിൽ ആക്സിലേറ്റർ കയറുന്നില്ല വേണ്ടി വീണ്ടും ആക്സിലേറ്റർ കാത്തു കഴിഞ്ഞാൽ ജെർക്കിങ് ഉണ്ടാകുമ്പോൾ അത് മുകളിലോട്ട് പൊക്കുന്നുണ്ട്, അത് സ്ലോപ്പ് കയറ്റം വന്ന ആ ഗിയർ കയറില്ല, എന്ത് ചെയ്യും വണ്ടി ഇടിച്ചിടിച്ചിടിച്ച് സ്ലോയായി ഇടിച്ചിടിച്ച് വണ്ടി ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ആ വിറയല് വരുമ്പോഴേ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വല്പം ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കുക. അഥവാ കയറുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ എന്ന് മാറ്റുക, ക്ലച്ച് ചവിട്ടുക, കിടക്കുന്ന ഗിയറിന് ഡൗൺ ആക്കി കൊടുക്കുക. കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയത്. അതായത് ഏത് ഗിയറിൽ പോയാലും നമ്മുടെ കാലുകൾ ആക്സിലേറ്റർ ഒരു 3-4 പേപ്പറിന്റെ കനത്തിലിരിക്കാവൂ. ആ സമയത്ത് ഒരു സൗണ്ട്, ഭയങ്കര സൗണ്ടാണ് വണ്ടിക്കകത്ത് വരുന്നെങ്കിൽ മനസ്സിലാക്കുക അടുത്ത ഗിയറിന് വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ തന്നെ 3-4 പേപ്പറിന്റെ കനത്തിൽ ആക്സിലേറ്റർ ഇരിക്കുന്നുള്ളൂ. ആ സമയത്ത് ഒരു വൈബ്രേഷൻ ആ വരുന്നത്, ഒരു വിറയലാണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകില്ല, അത് ഡൗൺ ആക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ നമുക്കല്ലാതെ ഇന്ന റോഡിൽ ഇന്ന ഗിയർ അല്ല, ഇന്ന റോഡിൽ ഇന്ന ഗിയറിലെ പോകാവൂ, ഇവിടെ ഗിയർ വരുമ്പോ ഇന്ന ഗിയറിൽ ആക്കണം എന്നൊന്നുമില്ല. നമ്മുടെ സന്ദർഭ സാഹചര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഗിയറുകൾ നമ്മൾ എടുക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇന്ന ഗിയറിൽ ഇന്നടത്തോടെ പോകാവൂ എന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ചെയ്യാനും അതുപോലെ തന്നെ അപ്പ് ചെയ്യാനും നമുക്ക് കൃത്യമായിട്ട് ചെയ്തൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അതിന്റെ ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.